A+ കിട്ടിയ കുട്ടികൾക്ക് അക്ഷരം എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാ എന്ന് വല്ലവരുമല്ല DPI ഒരു യോഗത്തിൽ പറഞ്ഞു. ആ വാർത്ത പുറത്തു വന്നപ്പോൾ ഗവൺമെന്റ് വിദ്യാഭ്യാസ മന്ത്രി ബഹുമാനപ്പെട്ട ശിവൻകുട്ടി എന്താ ചെയ്യണം? അതൊന്നും എനിക്കറിയാൻ മേല. അത് സത്യമാണെന്ന് അന്വേഷിക്കാൻ വളരെ എളുപ്പമാണ്. അദ്ദേഹത്തിന്റെ അയൽവക്കത്തുള്ള A+ കിട്ടിയ ഒരു കുട്ടിയെ വിളിച്ചിട്ട് ഏതെങ്കിലും 4 മലയാള വാക്ക് എഴുതാൻ പറഞ്ഞ ഒരു കേട്ടെഴുത്ത് കൊടുത്താൽ മനസ്സിലാവും. അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറയണം? അന്വേഷിച്ചത് എന്താണെന്നറിയോ? ആ യോഗത്തിൽ DPIയുടെ ഈ സംഭാഷണം ചോർത്തിയതായിരുന്നാണ് അന്വേഷിച്ചത്. എങ്ങനെയുണ്ട് അന്വേഷണം? അപ്പോ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ ആ DPIയുടെ പ്രതിബദ്ധത എന്നുള്ളത് ഒരു ഉദ്യോഗസ്ഥന്റെ പ്രതിബദ്ധത, അതിനേക്കാൾ പ്രതിബദ്ധത വേണ്ടതാണ് വിദ്യാഭ്യാസ മന്ത്രിക്ക് അല്ലെങ്കിൽ ഒരു MLA. അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. അതുപോലെ നേരത്തെ മാധ്യമ പ്രവർത്തകയായിരുന്ന നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീമതി വീണ ജോർജ് മുഖത്ത് നോക്കി കാര്യം പറയാൻ നമ്മൾ ആരെ പേടിക്കണം? അവര് ഇത് അറിഞ്ഞില്ല അല്ലെങ്കിൽ സിസ്റ്റം തകരാറാണ് എന്ന് അവർ പറയുമ്പോൾ അവർക്കെതിരായിട്ട് മൊഴി അറിയില്ല. അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഏതെങ്കിലും വയനാട്ടിലോ ഇടുക്കിയിലോ ഉള്ള ഉൾഭാഗത്ത് ഒരു സാധാരണ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ എന്തെങ്കിലും ഒരു മരുന്നില്ലാതെ അറിഞ്ഞില്ല എന്നുള്ള ക്ഷമിക്കണം ചേട്ടന്മാരെ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടുത്തെ ഏറ്റവും വലിയ ഇപ്പോൾ ഒന്നാമത് മെഡിക്കൽ കോളേജുകളൊക്കെ പാവപ്പെട്ട ആളുകൾ, തൊഴിലാളികൾ, ദരിദ്രന്മാർ, അവരുടെ അഭയകേന്ദ്രം. അത് ശരിയാ. ഇവിടുത്തെ നേതാക്കന്മാരോ ഇവിടുത്തെ മന്ത്രിമാരോ ഒക്കെ ചികിത്സയ്ക്ക് പോകുന്നത് വളരെ ഉയർന്ന നിലവാരമുള്ള സ്വകാര്യ ആശുപത്രികളിലോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തോ ആണ്. പ്രധാനപ്പെട്ട ആളുകൾക്ക് പോകുന്ന അമേരിക്കയിലാണ്. അത് നീ എന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് കുത്തിയതല്ല. അല്ല, ഡയറക്റ്റ് ആയിട്ട് കുത്തിയതാ. ജോജോൻ പറഞ്ഞ മാതിരി 2 കോടി ലോക സമാധാനത്തിന് മാറ്റിവെക്കുക. നമ്മുടെ ഗവൺമെന്റുകളുടെ പ്രധാനപ്പെട്ട പ്രശ്നം മുൻഗണനാക്രമം ഇല്ല എന്നുള്ളതാണ്. നാട്ടുകാരുടെ ഭാഗ്യദോഷം, അല്ലാതെ എന്ത് പറയാനാ? അല്ലേ സാറേ? ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും LDFിലും UDFിലും ഒക്കെ എല്ലാവരും എന്താ പറയാ, പ്രത്യയശാസ്ത്രമായിട്ട് അവതരിപ്പിക്കുക വികസനമാണ്. സർക്കാരിന്റെ കാര്യം ഇവിടെ മുന്നിൽ പോകരുത്. അവരുടെ പരിഷ്കാരങ്ങളാ ഞങ്ങൾ ഗതികേട്ടിലെത്തിച്ചത്. വികസനം എന്ന് പറഞ്ഞാൽ എന്താ? റോഡ്, പാലം, വലിയ ബിൽഡിങ്, മെഡിക്കൽ കോളേജ് 1-ാം തരം ബിൽഡിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ലബോറട്ടറി ഉണ്ട്, അല്ലെങ്കിൽ അവിടെ മറ്റേ സൗകര്യമുണ്ട്, ഈ സൗകര്യമുണ്ട്. നീതിയാണ് രാഷ്ട്രീയത്തിലെ ലക്ഷ്യം എന്ന് ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ് ഒരു തർക്കക്കാരൻ. നീതി ഉറപ്പാക്കാതെ ഏത് വികസനത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത്? അല്ലല്ല ഇങ്ങനെ ഞങ്ങളുടെ പാർട്ടിക്കെതിരെ ചർച്ചയ്ക്ക് വെച്ചിട്ട് എന്നെ ഇവിടെ ഇരുത്തുന്നത് എന്താണ് ബ്രോ മോഡേൺ? അല്ലല്ല അത് വേണ്ട. 8:30 പരിപാടിയാ. നിങ്ങള് ഇങ്ങനെ വിളിക്കുന്നത്. എന്താ നമ്മുടെ പേര്? അനിൽകുമാർ. നോട്ട് ചെയ്തോ? ഞങ്ങൾക്ക് വരും, സമയം തരും. വേണ്ട അങ്ങനെ വരേണ്ട കാര്യം. ഔദാര്യം വേണ്ട. ഓ ചളവാക്കും. ഔദാര്യം വേണ്ട. വിളിക്കാതിരുന്നാ മതി. എന്താണ് അങ്ങനെ പറയുന്നത്? ഔദാര്യം വേണ്ട. വിളിക്കാതിരുന്ന ഇത് നേരെ ചൊവ്വ പോകുന്ന ലക്ഷണില്ല. കാരശ്ശേരി ഇപ്പൊ പറഞ്ഞിട്ട് പോലെ ഏത് കാരശ്ശേരി ഇരിക്കുന്നതാണ് അങ്ങയുടെ പ്രശ്നം. ഏത് വേർഷനാ ഇന്നത്തെ വിഷയത്തെ കുറിച്ച് വല്ല അല്ല, കാരശ്ശേരി ഇരിക്കുന്നതാണ് അങ്ങയുടെ പ്രശ്നം. ഒരു പ്രശ്നമില്ല. അല്ല, കാരശ്ശേരി ഇരിക്കുന്നതാണോ അങ്ങയുടെ പ്രശ്നം? ശ്രീകുമാർ, ഞങ്ങൾക്ക് നിങ്ങളാ പ്രശ്നം. കാശ്മീരാണ് ചുമ്മാ ഇരിയടേ. എല്ലാരും വിളിച്ചു.